നമ്മുടെ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി ഈ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ഓൺ ഇല്ലിറ്റ് വ്യൂ തിയറി. ഓക്കെ, സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു ട്രയാങ്കിൾ പാറ്റേൺ. ഓക്കെ, ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ബ്രേക്ക്ഔട്ടായി, നോ ഡൗട്ട് ബ്രേക്ക്ഔട്ടായി, പ്രൈസ് ബുള്ളിഷാണ്, ഫർദർ മൂവ് കിട്ടാൻ പോവുകയാണ്. ഓക്കെ, ബട്ട് ഇനി പറയാനുള്ളത് എന്താണ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു പ്രൈസ് ഇവിടുന്ന് റിജക്ഷൻ എടുത്ത് താഴേക്ക് വരേണ്ടതാണ്. ഇവിടെ വന്നിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ എന്തായിരുന്നു ജെന്വൻ ബ്രേക്ക്ഔട്ട് കിട്ടിയതിന്, ഹെൽത്തി ബ്രേക്ക്ഔട്ട് കിട്ടിയ ആൻഡ് ഈസി പ്രൈസ് മുകളിൽ പോയതിന്. ഇവിടെ 200-300 വരെ പോയതിന്, 26,200-300 വരെ പോയതിന്. ബട്ട് എന്തായി, റീസൺ എന്തായിരുന്നു, ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഫുൾ നമ്മുടെ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ശരിക്കും ട്രയാങ്കിൾ പാറ്റേൺ ഫ്രം ഹിയർ, ഈ ടോപ്പ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ എ, ബി, സി, ഡി ആൻഡ് ഇ. ഇവിടെ വരുമ്പോൾ ആണ് പാറ്റേൺ തീരുന്നത്, ഇ. ആൻഡ് ഇവിടുന്ന് ബുള്ളിഷ് കാറ്റലിസ്റ്റിക് പാറ്റേൺ ഫോം ആയിട്ട് പിന്നെ പ്രൈസ് ബൂം നന്നായിട്ട് ഷൂട്ട് ചെയ്യും. അതാണ് ട്രയാങ്കിൾ പാറ്റേണിൻ്റെ ഒരു ഇൻറ്റർണൽ മൂവ്സ് 5 മൂവ്സ് ഉണ്ടാവണം. ഓക്കെ, അതാണ് ട്രയാങ്കിൾ പാറ്റേൺ നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളൂ. ഇങ്ങനെയാണ് മീൻസ് ഇതാണ് ജെന്വൻ ട്രയാങ്കിൾ പാറ്റേൺ, ജെന്വൻ പാറ്റേണിൻ്റെ ബ്രേക്ക്ഔട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതാണ് മീൻസ് ഹെൽത്തി ബ്രേക്ക്ഔട്ട് കിട്ടും. അത് യൂഷ്വലി അങ്ങനെയാണ്. ബട്ട് ഇപ്പോൾ ഇത് കണ്ടോ, ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് എന്തായി, റിജക്ഷൻ എടുത്തു, ബട്ട് അവിടെ തന്നെ കൺസൾട്ടേഷൻ ആൻഡ് പ്രൈസ് മുകളിലേക്ക് പോയി. ബട്ട് എന്തായിരുന്നു, സ്ലോ, തീരെ സ്ലോ. റീസൺ ഇത് തന്നെയാണ്. ഇൻറ്റർണൽ മൂവ്സ് കംപ്ലീറ്റ് പ്രൈസ് ബുള്ളിഷ് ആയിരിക്കും, നോ ഡൗട്ട്. പ്രൈസ് ബുള്ളിഷ് തന്നെ ആയിരിക്കും. ബട്ട് പോകുന്നത് അങ്ങനെ ട്രാപ്പ് ചെയ്ത് പോകുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് ചിലപ്പോൾ കുറച്ച് പേര് ട്രേഡ് എടുക്കാനൊരു മടിയായിരിക്കുമല്ലോ. ഈ ഒരു ഏരിയയിൽ എന്തായിരുന്നു, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഇത് ബ്രേക്ക്ഔട്ട് ഇവിടെ ഞാൻ ഈസി ശരിക്കും നേരം കിട്ടിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് ശരിക്കും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ എന്താണെന്നറിയാമോ, പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു താഴെ 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ വന്നെങ്കിൽ. ഞാൻ കണ്ട ഇവിടുന്ന് 1, 2, 3 പ്രൈസ് മുകളിലേക്ക് പോയി. ആൻഡ് ഇവിടെ 4, ഇവിടെ കണ്ട 4 കഴിഞ്ഞിട്ട് ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ബ്രേക്ക്ഔട്ട് കിട്ടിയേക്കുന്നത്. മനസ്സിലായി, ഈ ഒരു ഏരിയയിൽ 4 ഉണ്ടാക്കിയിട്ടാണ് ആ ബ്രേക്ക്ഔട്ട് കിട്ടിയത്. സോ ഇത് ഈസി നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിരുന്നു. ഇനി നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകും കേട്ടോ. ഇതായിരുന്നു ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസസ് കുറവാണ്. അവർ പെർഫെക്റ്റ്ലി പഠിക്കുകയാണെങ്കിൽ, ഞാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അല്ല പറയുന്നത്, ഐ തിങ്ക് 3-4-5 പേര് ഞാൻ കാണാറുണ്ട്, അവർ പ്രോപ്പർലി അവർ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഈ ട്രയാങ്കിൾ പാറ്റേൺ എവിടെ ഫോം ചെയ്യും, 4th. ഓക്കെ, സോ ഇവിടുന്ന് ഫ്രം ബോട്ടം 1, 2, 3, 4th ഓക്കെ കൺസൾട്ടേഷൻ ആൻഡ് പ്രൈസ് 5th മുകളിലേക്ക് പോയി. അത് തന്നെയാണ് മീൻസ്. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ദാറ്റ് മീൻസ് ട്രയാങ്കിളിൻ്റെ ഈ ഇൻറ്റർണൽ മൂവ്സ് കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിൽ ഇവിടെ കൺസൾട്ടേഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം, ഈസി ഉണ്ട്. പക്ഷേ ഇവിടെയും ഈസി ഉണ്ടായിരുന്നില്ല, ഞാൻ ഉള്ള കാര്യം പറയാം, ഈസി ഉണ്ടായിരുന്നില്ല ഇതും. കാരണം ഒത്തിരി പ്രാവശ്യം ട്രാപ്പ് ചെയ്തിട്ടാണ് പിന്നെ മുകളിലേക്ക് ഷാർപ്പ് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ശ്രദ്ധിക്കുക, എനിക്കതേ തന്നെ പറയാനുള്ളതാണ്. വ്യൂ നമ്മൾ ബുള്ളിഷ് തന്നെ ആയിരുന്നു, ബുള്ളിഷ് ഇപ്പോഴും ബുള്ളിഷാണ് നാളത്തേക്ക്. ബട്ട് നാളത്തെ നമുക്ക് സ്റ്റിൽ ഇപ്പോൾ നെക്സ്റ്റ് എന്താണ് ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഇന്ന് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി പിന്നെ റീടെസ്റ്റ് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക്. ഇനി നമ്മൾ റീടെസ്റ്റ് നമ്മുടെ ലാംഗ്വേജിൽ ഇല്ല, എന്ന് വെച്ചാൽ ഇല്ലിറ്റ് വ്യൂ തിയറിയിൽ റീടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇതിൽ നമ്മൾ റിട്രേസ്മെൻറ്റ് മാത്രം പറയുള്ളൂ. എന്തായാലും അപ്കമിങ് ടൈമിൽ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇനി എന്ത് പറയാനുള്ളതാണ്. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ ഐ തിങ്ക് റെഗുലർ വ്യൂവേഴ്സ്, ഓൾഡ് വ്യൂവേഴ്സ്ക്കൊക്കെ അവർ പഴയ വീഡിയോ കാണുന്നു, അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടി. എന്താണ്, ദാറ്റ് മീൻസ് നമ്മൾ പ്രോപ്പർലി ആ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നല്ലോ. ദാറ്റ് മീൻസ് പ്രൈസ് അങ്ങനെ പോകുന്നു, ഇത് 1, 2, ഇത് 3, 4 ഓക്കെ ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്, റൈറ്റ്. ഈ ഒരു കൺഫ്യൂഷൻ ഞാൻ അന്ന് ഷെയർ ചെയ്തായിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് വീക്കെൻഡ് വീഡിയോ നിങ്ങളൊന്നുകൂടി കാണണം. ദാറ്റ് മീൻസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി, പ്രൈസ് ഇവിടുന്ന് ഈ ഒരു ഫാസ്റ്റ് ഫോൾ ചെയ്യുന്ന മുന്നേ, ഡിഗ്രിയുടെ ഫോൾ തരുന്ന മുന്നേ ഇവിടെ ഇത് 2 ആയിട്ടാണ് എനിക്ക് തോന്നി. 3rd and 4th ട്രയാങ്കിൾ ആരും ഫൈൻഡ് ചെയ്യില്ല നേരത്തെ. ബട്ട് ഇല്ലിറ്റ് വ്യൂ തിയറി നേരത്തെ തന്നെ പറഞ്ഞു. ഞാൻ ലാസ്റ്റ് വീക്കെൻഡിൽ തന്നെ പറഞ്ഞായിരുന്നു, പ്രൈസ് 4th ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കും. കണ്ടോ, ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കിയിട്ടേ മുകളിലേക്ക് പോകുള്ളൂ. ദാറ്റ് മീൻസ് ഉണ്ടാക്കിയത് ദാറ്റ് മീൻസ് 4th ആണ്. പിന്നെ കൺഫേം ആയിട്ട് ഇരിക്കുക, ദാറ്റ് മീൻസ് 15 നമുക്ക് കിട്ടാൻ പോവുക. ഓക്കെ, സോ അതാണ് നമ്മുടെ കൺഫർമേഷൻസ് നമുക്ക് അങ്ങനെയാണ് കൺഫർമേഷൻ നമുക്ക് ഫർദർ കിട്ടുന്നത്. ഓക്കെ, സോ 4th ട്രയാങ്കിൾ മോസ്റ്റ്ലി ചാൻസസ് 4th ട്രയാങ്കിൾ അല്ലെങ്കിൽ 333 കറക്ഷൻ. ഇതാണ് എലൈറ്റ് വ്യൂ തിയറി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പ്ലേലിസ്റ്റ് പോവുക. ഇവിടെ ഞാൻ കാണിച്ചു തരാം.
ഇതാണ് എൻ്റെ ചാനൽ. നമ്മുടെ ചാനൽ സ്വന്തം എല്ലാവരുടെ ലേൺ വിത്ത് ഫർമാൻ ഇൻലെറ്റ് വിത്ത് തിയറി ബേസ്ഡ് ചാനലാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഹോം പേജ് വീഡിയോ ഷോർട്സ് ആൻഡ് പ്ലേലിസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ പ്ലേലിസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഇവിടെ ലാസ്റ്റിൽ വരുന്ന ലേണിംഗ് വീഡിയോസാണ്. 33 ലേണിംഗ് വീഡിയോസ്. ഇത് കണ്ട ഈ ഫോൾഡർ, ലാസ്റ്റത്തെ ഫോൾഡർ 33. ഇവിടെ പോകുകയാണെങ്കിൽ ഇത് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലേണിംഗ് വീഡിയോസ് കണ്ട ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇല്ലിറ്റ് വേവ് 1 2 3 4 5 6 7 സ്റ്റാർട്ടിങ് ഇല്ലിറ്റ് വേവ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. 333 കറക്ഷൻ. ഓക്കെ, 333 കറക്ഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 333 കറക്ഷൻ ലീഡിംഗ് ഡയൽ, എൻഡിങ് ഡയൽ ആൻഡ് മെയിൻ ഇല്ലിറ്റ് വേവിൻ്റെ ഫസ്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്ത ഇല്ലിറ്റ് വേവ് നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെ അതാണ് ഈ ഒരു ബ്ലാക്കിൽ കിടക്കുന്ന ഇല്ലിറ്റ് വേവ് മൂവ്സ് ആൻഡ് കൗണ്ടിങ്. ഓക്കെ, സോ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഇവിടുന്ന് 1 2 3 വലിയ വീഡിയോസാണ്, ലോങ് വീഡിയോസാണ്, മസ്റ്റായിട്ട് കാണണം, ഡെയിലി കാണണം. അപ്പോഴേ ആ തിയോറിയുടെ ആ ഒരു ബേസിക് മനസ്സിലാവുള്ളൂ, എങ്ങനെയാണ് നമ്മൾ 1 2 3 4 5 കൗണ്ട് ചെയ്യുന്നത്. അതാണ് ബേസിക്. ഇതുവരെ ഞാൻ ബേസിക് ആൻഡ് കറക്ഷൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ മുകളിലേക്ക് കറക്ഷൻസ് ആണ്. ഇതാണ് കറക്ഷൻസ് 3 4 5 വീഡിയോ കറക്ഷൻ. അതാണ് ഇതുവരെ ഞാൻ ഷെയർ ചെയ്തേക്കാനാണ്. സോ മേജർ ആദ്യം ബേസിക് എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഞാൻ ഇൻട്രൊഡ്യൂസ് മാത്രം ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മെയിൻ ഇല്ലിറ്റ് വേവിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കിടക്കാൻ. അത് നല്ല ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്ത് തരും. ഇല്ലിറ്റ് വേവിൻ്റെ മെയിൻ വീഡിയോ വരുന്ന നമ്മൾ അപ്കമിങ് ടൈമിൽ കിട്ടും. വേവ് 1, വേവ് 2, വേവ് 3, വേവ് 4 ആൻഡ് വേവ് 5. 5 വീഡിയോസ് മോസ്റ്റ്ലി വരും. ഫുൾ എക്സ്പ്ലനേഷൻ ഉള്ളത്. ആദ്യം ബേസിക്കാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എല്ലാം ബേസിക് ഒന്ന് മസ്റ്റായിട്ട് എല്ലാവരും കാണണം. ഓക്കെ, ആൻഡ് ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, കലീഗ് ആൻഡ് മസ്റ്റായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നമ്മൾ ലേൺ വിത്ത് ഫർമാൻ ഇല്ലിറ്റ് തിയറി ബേസ്ഡ് ആണ്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. വേഗം നമുക്ക് ഇനി നിഫ്റ്റിയുടെ ഈ ഫർദർ അനാലിസിസ് കിടക്കാം. സോ ഇത് 4th and 5th ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, സോ ഇനി ഞാൻ ട്രാങ്കിൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ട്രാങ്കിൾ നമുക്ക് ആവശ്യമില്ല, എന്തായാലും നമ്മൾ ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ 5th ഗോയിങ് ആണ്. ഓക്കെ, 5th മാത്രമേ ഇനി പിടിക്കാനുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യമില്ല, ബാക്കി ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ 5th ലെഗ് മാത്രമേ ഇപ്പോൾ കൗണ്ട് ചെയ്യണം. സോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്കാണ് ഞാൻ മോസ്റ്റ്ലി പറയുന്നത്. റെഗുലർ സബ്സ്ക്രൈബേഴ്സ്ക്ക് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും എന്താണ് ഇപ്പോൾ നടക്കുന്നത്. സോ 5th എത്ര മൂവ്സ് ഉണ്ടാകും? 5 മൂവ്സ് ഉണ്ടാകും. 5th 5 മൂവ്സ് ആണ്. സോ 5th 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 1 2 3rd ഓൺ ഗോയിങ് ആണ്. 3rd ഇനി മുകളിലേക്ക് പോയിട്ട് പിന്നെ 4th and 5th അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. 5th 5 മൂവ്സ് ഉണ്ടാകും. ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ നമ്മുടെ ഏതാ ലെഗ്, അതിനകത്ത് ഇൻറ്റേർണൽ മൂവ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, 3rd ഓൺ ഗോയിങ് ആണ്. 3rd ഇവിടെ തീരുന്നുണ്ടോ എവിടെയാണെന്ന് നമുക്കറിയില്ല. ബട്ട് 3rd, ദെൻ പിന്നെ 4th ആൻഡ് ദെൻ പിന്നെ 5th അങ്ങനെ പോകാനുള്ള ചാൻസസ് ഇനി കാണുന്നുണ്ട്. റൈറ്റ്? സോ ഇനി 3rd ആണ് നമുക്ക് ഡിസ്കസ്. 3rd ടാർഗറ്റ് നമ്മൾ എങ്ങനെ എടുക്കാറുണ്ട്? എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി. ഇത് ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി, ട്രെൻഡ് ബേസ്ഡ്. അത് 0 to ഫസ്റ്റിൻ്റെ ഹൈ ആൻഡ് സെക്കൻഡ് ലോ ഇതാണ്, നമ്മുടെ ഇതാണ്. ഓക്കെ, സെക്കൻഡ് ലോ ഇതാണ് കേട്ടോ, സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് ലോയിലേക്ക് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും ഏത് ടാർഗറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. സോ 81.20% ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിസ്റ്റൻസ്. മനസ്സിലായോ? ഇതാണ് ഈ റെസിസ്റ്റൻസ്. ഇവിടെ വന്ന് പ്രൈസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. റെസിസ്റ്റൻസ് ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ലൈവ് മാർക്കറ്റിൽ എല്ലാവർക്കും. ഓക്കെ, സോ 3rd ആണ്, 5th 3rd ആണ് ഇപ്പോൾ ഓൺ ഗോയിങ്. അത് ഇനി നാളെ ചാൻസസ് ഉണ്ട്. ഹെൽത്തി മൂവാണ് ഇത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൽ കണ്ടത് മേ ബി നാളെ ചാൻസസ് ഗ്യാപ്പ് അപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഗ്യാപ്പ് അപ്പ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമ്മളെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏതാണ്? 100%, 127%. 127% ആണ് നമ്മുടെ നോർമൽ ടാർഗറ്റ് 3rd വേവിൻ്റെ. ഓക്കെ, ആൻഡ് 161.80% ആണ് മേജർ ടാർഗറ്റ്സ് നമ്മുടെ. ഓക്കെ, സോ ഇടയ്ക്ക് ഈ ഒരു ലെവലാണ് 141.40%. അതുകൂടി മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ എല്ലാവരും കൂടി. കാരണം അത് ഇൻറ്റേർണൽ ലെവലാണ്. സോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അത്. ഓക്കെ, സോ ഇതെല്ലാം ലെവൽ റെഡാക്കി നിങ്ങളുടെ ചാർട്ടിൽ എല്ലാവരും കൂടി റെഡാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. യെസ്, റെസിസ്റ്റൻസ് റെഡാക്കി മാർക്ക് ചെയ്യാം. സോ നമുക്ക് നാളത്തേക്ക് കാര്യം മനസ്സിലായല്ലോ. നാളെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഇവിടെ തന്നെ ആണെങ്കിൽ, സോ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് തന്നെ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇൻ കേസ് ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ, ഏതാണ് നമ്മൾ 26,130 ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ ബുള്ളിഷ്നെസ് അപ്കമിങ് മൂവ് ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ബട്ട് 26,130 അബവ് പോവുകയാണെങ്കിൽ. ഓക്കെ, ഇനിയാണ് കുറച്ചുകൂടി സ്മോൾ ടൈം ഫ്രെയിം വരിക. ഇപ്പോൾ നമ്മുടെ മെയിൻ സെക്കൻഡ് വേവ് ആണ്. ഇപ്പോൾ സെക്കൻഡ് വേവ് ഇനി സെക്കൻഡ് വേവ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇല്ലിറ്റ് തിയറിയുടെ റൂൾസ്. ഓക്കെ, സെക്കൻഡ് വേവ് ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ
ഇതിൻ്റെ ബിലോ മാത്രമേ പ്രൈസ് ഇനി ബിയറിഷ് ആവുള്ളൂ. ഓക്കെ, സെക്കൻഡ് വേവ് ബ്രേക്ക് ആയാൽ ദാറ്റ് മീൻസ് പ്രൈസ് ബിയറിഷ് ആണ്. അതാണ് എലിറ്റ് ഫ്യൂച്ചർ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഈ ഒരു ഇത്. സോ ഇത് കണ്ട ഫസ്റ്റ് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, ബട്ട് യെസ് മേ ബി ഇൻ കേസ് നാളത്തെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കിയിട്ട് എനിക്ക് ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് എടുക്കുക, ഇവിടെ ക്ലോൺ എടുക്കുക. ആൻഡ് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഇതേ, മനസ്സിലായോ? സോ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഈ ചാനലിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ ഈ ട്രെൻഡ് ലൈൻ താഴത്തെ സെൻട്രൽ ലൈൻ നിങ്ങൾ വേണമെങ്കിൽ വെച്ചാൽ മതി, ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഓർ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ. അപ്പോൾ ഇത് സപ്പോർട്ട് തരാനുള്ള ചാൻസസ് ഉണ്ടാവും. മീൻസ് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും നാളെ. ഓക്കെ, ജസ്റ്റ് ഇത് സൈഡിൽ വെക്കാവുള്ളൂ, കാരണം സം ടൈംസ് ഇത് നന്നായിട്ട് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ലൈവ് മാർക്കറ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ കാണിച്ചു തരാം. ഇന്നത്തെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു സിംഗിൾ ലെഗ് ഇത് മാത്രം ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത് കൗണ്ട് ചെയ്യുന്നത് ഇത് 1 2 ഇത് ഫുൾ 3 ആണ്, ഇത് 4 ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, 4 ആണ്. സോ ഈ ഇതുണ്ടല്ലോ, ഈ ലൈവ് മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും കേട്ടോ. അത് ഇത് നോക്കിക്കുക എങ്ങനെയാണ്. ഇതിൻ്റെ ഹൈ ആൻഡ് ഇത് എടുത്ത് ഓക്കെ, ഇതെടുക്കുക ആൻഡ് ക്ലോൺ എടുക്കുക ആൻഡ് താഴെ ഈ വേവിൻ്റെ താഴെ വെച്ചു കണ്ട. ഇതാണ് എലിറ്റ് ഫ്യൂച്ചർ പറയും. മീൻസ് പ്രൈസ് എവിടെ നിന്ന് സപ്പോർട്ട് എടുക്കും അത് നേരത്തെ അത് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്കിത് കിട്ടത്തില്ല, ഐഡിയ കിട്ടത്തില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. അവർ ശരിക്കും കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആകും ലൈവ് മാർക്കറ്റിൽ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ വിട്ടുപോകും. അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് പ്രോപ്പർലി മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. അതാണ് എലിറ്റ് വ്യൂ തിയറി. ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൗണ്ടിങ് നമ്മൾ 1 2 ഇത് ഫുൾ 3 ഇതാണ് 4th. ഓക്കെ, ഇതാണ് 4th എക്സാക്ട്ലി എടുത്തു ആൻഡ് 5th. സോ ഞാൻ പറയുന്നത് ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ആൻഡ് 26,130 റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഒരു ചാനലിൻ്റെ അകത്ത് ഇൻ കേസ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, റെസിസ്റ്റൻസ് എടുക്കും, ലീഡിങ് നല്ല പാറ്റേൺ ഉണ്ടാകും ആൻഡ് താഴേക്ക് വരും. ആ ഒരു സിനാരിയോയിൽ തേർഡിൻ്റെ 1 തന്നെ ആയിരിക്കുള്ളൂ ഇത് ഫുൾ. പിന്നെ സെക്കൻഡ്, പിന്നെ ഫസ്റ്റ് അങ്ങനെ ആയിരിക്കുള്ളൂ 5 minutes ടൈം ഫ്രെയിമിൽ കേട്ടോ. 15 minutes ടൈം ഫ്രെയിമിൽ ഞാൻ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഫ്രം ഇയർ 1 2 ഇത് 3 ആണ്, 3 ഓൺ ഗോയിങ് ആണ്. സോ റീട്രേസ്മെൻറ്റ് തന്നാലും ഇത് 3യുടെ 1 ആയിരിക്കുള്ളൂ. കാരണം വെച്ചാൽ പ്രൈസ് കണ്ട് റെഗുലർലി മുകളിൽ പോയേക്കാണ് ആൻഡ് റീട്രേസ്മെൻറ്റ് ആൻഡ് വീണ്ടും അപ്പ് സൈഡ്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ഈ ലെഗ് മാത്രമേ നിങ്ങൾ പിടിക്കാവുള്ളൂ ഇവിടെ നിന്ന് ഇവിടെ ഉള്ളവരിലേക്ക്. ഓക്കെ, കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും അവർ. കാരണം വെച്ചാൽ ഈ ഒരു സമയത്ത് നടക്കുന്ന എലിറ്റ് തിയറിയുടെ ടഫസ്റ്റ് പാർട്ടാണ് മാർക്കറ്റിൽ നടക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ ഈസി വേവ് ഇപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് റെസിസ്റ്റൻസ് വരുമ്പോൾ താഴേക്ക് 1 2 3 ആൻഡ് ദെൻ ABC സ്ട്രക്ചർ കൗണ്ട് ചെയ്യുക. സപ്പോർട്ട് വരുമ്പോൾ ഇമ്പൾസീവായിട്ട് 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്യുക. അപ്പോഴാണ് പിക്ചർ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. റൈറ്റ്. സോ ഇതിനകത്ത് എനിക്ക് ഇതെല്ലാം പറയാനുള്ളതാണ്. സ്ട്രക്ചർ ബുള്ളിഷാണ്. ഞാൻ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നമുക്ക് നോക്കാം. താഴേക്ക് വരാൻ തുടങ്ങി ABC ആയിട്ട് താഴേക്ക് വരും. ഓക്കെ, പിന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആ ഒരു സമയത്ത് എന്തായിരിക്കും, അപ്പോഴാണ് നമുക്ക് മുകളിലേക്ക് പ്ലേ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി പ്ലേ ചെയ്യാൻ ഇച്ചിരി റിസ്കി ആയിരിക്കും. ഓക്കെ, കാരണം വെച്ചാൽ സ്ട്രക്ചർ അത്രയ്ക്ക് കൺഫ്യൂസ് ചെയ്യാണ്. ഇപ്പോൾ ബാക്കിയെല്ലാം വിട്ട് കളയാം, ഇത് മാത്രം കൗണ്ട് ചെയ്യാവുള്ളൂ. 1 2 ഇത് 3 ആണ്. ഓക്കെ, 15 minutes ടൈം ഫ്രെയിമിൻ്റെ മനസ്സിലായോ? 1 2 ഇത് 15 minutes 3 ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. 15 minutes 5 minutes ടൈം ഫ്രെയിമിലാണെങ്കിൽ ഈ സിംഗിൾ ലെഗ് മാത്രമേ പിടിക്കാവുള്ളൂ. ഒത്തിരി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് അത്രയ്ക്ക് ഡീപ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. വേറെ ഇതിനകത്ത് എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. യെസ്, ബാനിഫ്റ്റി ടൈപ്പ് ഓഫ് ചാനലാണ് ഇത് തന്നെ. ഇത്രേ ഉള്ളൂ ബാനിഫ്റ്റി. ഓക്കെ, ഇതിനകത്ത് ഒന്നും കാണുന്നില്ല, ഒന്നും പിക്ചർ ക്ലിയർ അല്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. വെറുതെ ഞാൻ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ എൻ്റെയും ഇതിനകത്ത് ഇതേ കാണുന്നുള്ളൂ. ഓക്കെ, കണ്ട സ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. സപ്പോർട്ട് എടുത്താൽ തിരിച്ച് മുകളിലേക്ക്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ മാത്രമേ ഫർദർ ഡൗൺ സൈഡ് കിട്ടുള്ളൂ. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ B ആണോ, സ്ലോ മൂവ് ആണെങ്കിൽ B ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. 1 2 3
ഓക്കെ ജസ്റ്റ് എന്തായാലും നോക്ക് 81.20% ഈ ഫുൾ ലെഗിന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഫുൾ ലെഗിന് 81 എക്സാക്ട്ലി വന്ന് അവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രോപ്പർലി. ഇതിങ്ങനെ വെച്ചു എക്സാക്ട്ലി ഇവിടെ തന്നെ റെസിസ്റ്റൻസ് എടുക്കണം ഈ ഫുൾ ലെഗിൻ്റെ. ബി ആണെങ്കിൽ ഉണ്ടല്ലോ ഫർദർ മുകളിലേക്ക് പോവില്ല, ട്രാപ്പ് ചെയ്യും. ബി ആണെങ്കിൽ 81.20% ഇതാണ് 58,370 അവിടെ തന്നെ റെസിസ്റ്റൻസ് എടുത്തു. ഇതിൻ്റെ ബില്ല് പോവുകയാണെങ്കിൽ ഫർദർ വീക്ക്നെസ് കാണിക്കാനുള്ള ചാൻസസ്, ദാറ്റ് മീൻസ് ബി ആണ്. അപ്പോൾ താഴേക്ക് ഫോൾ എന്തായാലും ഫോൾ വരികയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇല്ലല്ലേ, ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഒന്നുകൂടി ജസ്റ്റ് പ്രോപ്പറായിട്ട് മാർക്ക് ഇത് ചെയ്ത് ഇതിൻ്റെ ബില്ലോ ആണെങ്കിൽ ഫോൾ വരികയുള്ളൂ. ഓക്കെ ഈ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ വീണ്ടും താഴെ ഒന്ന് ഇവിടെ സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് കയറും. ഓക്കെ സ്ലോ മൂവ് ആണ്. ഐ തിങ്ക് ഇത് ബി ആണ് കേട്ടോ, ഇത് എ ഇത് ബി ആണ്. സി ഇനി താഴേക്ക് വരാതെ ഇരുന്നാൽ മതി. അതാണ് ട്രാപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇത് സ്ട്രക്ചർ കൺഫ്യൂസ് ചെയ്യാണ്, സ്ലോ ആണ് മൂവ്സ്. സോ കാരണം ബി ആകുമ്പോഴത്തേക്ക് ബി ആണ് ടൈം ടേക്കിംഗ് ആയിരിക്കുള്ളൂ. ബി ആകുമ്പോഴത്തേക്ക് എപ്പോഴും കൺസൾട്ടേഷൻ റിലേറ്റീവ് കറക്ഷൻസ് നിങ്ങൾ റെഗുലർ റിവ്യൂസ് അവർ കാണുന്നുണ്ട്, അവർക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ ബി മോസ്റ്റ്ലി ടൈം ടേക്കിംഗ് അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ട ഫസ്റ്റ് ഇവിടെ ഷാർപ്പ് ഫോൾ ആൻഡ് ബി ഓൺ ഗോയിങ് ആണ്. സോ ബി ആണെങ്കിൽ ഇത് ഈ ഷാർപ്പിനെക്കാളും ഡബിൾ ടൈം എടുത്തത്. കൺസൾട്ടേഷൻ സ്ലോ മൂവ് സ്ലോ അപ്പ് മൂവാണ്. ഓക്കെ സോ ഈ ബ്രേക്ക് ഡൗൺ ഇതിൻ്റെ ബില്ലോ പ്രൈസ് പോയാൽ ബ്രേക്ക് ഡൗൺ ആവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ വീണ്ടും 100% വരെ, ദാറ്റ് മീൻസ് ഇത്ര വരെ പ്ലേ ചെയ്യാവുള്ളൂ. 58,000 ഈ ഒരു ടോപ്പ് വരെ ഇവിടെ വരെ ഈ റെസിസ്റ്റൻസ് വരെ പ്ലേ ചെയ്യാവുള്ളൂ. അതിൻ്റെ അഭാവ് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എടുത്ത് ട്രാപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഉണ്ടല്ലോ 101% ഏരിയ മാർക്ക് ചെയ്ത് വെച്ചോളൂ. സോ ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ റിജക്ഷൻ എടുത്ത് തരുള്ളൂ. കണ്ട സോ റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് അറിയാമായിരിക്കുമല്ലോ 101% ഏരിയ എന്താണ്, ഏത് ഏരിയയാണത്, നല്ലപോലെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് 101%. സോ റിജക്ഷൻ തരുവാണെങ്കിൽ ബുൾ ട്രാപ്പ് റൈറ്റ്, അതാണ് അത് ഏരിയ. 100% റിജക്ഷൻ തരാറുള്ളൂ. സോ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ 101% റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ട്രാപ്പാണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് ട്രാപ്പ് എടുത്തു. ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്പ് സൈഡ് ഉള്ളൂ. 58,700 അബവ്. ഓക്കെ ഇതിൻ്റെ അബവ് പ്രൈസ് പോകുകയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്പ് സൈഡ്, അല്ലെങ്കിൽ റിജക്ഷൻ എടുത്ത് താഴേക്ക് ഇത് ഫുൾ എ ഇത് ബി കൗണ്ട് ചെയ്യുക ആൻഡ് സിയിൽ കയറുന്നുള്ളൂ. ഓക്കെ സിയിൽ കയറുന്നാൽ മതി. സെൻസെക്സ് പോകാം. സ്ട്രക്ചർ വീക്കാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു ആ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയുടെ നേരത്തെ അത്രയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അവർ കുറച്ചുകൂടി കൺഫ്യൂസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി. യെസ് ഇതിനകത്ത് സെൻസെക്സിൽ നിഫ്റ്റിയുടെ പോലെ തന്നെ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല റൈറ്റ്. സോ ഇതിൻ്റെ ABC സ്ട്രക്ചർ ഫുള്ള് ഇതിൻ്റെ 1, 2, 3 ഓൺഗോയിങ് ആണ്. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഒരു ചേഞ്ചസ് ഒന്നും വരാറില്ല. യെസ് ഇതിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. എക്സാക്ട്ലി 81.20% റെസിസ്റ്റൻസ് ആണ്. വെരി ഗുഡ്, സൂപ്പർ. നിഫ്റ്റിനേക്കാളും ബെറ്റർ ആയിട്ട് റെസിസ്റ്റൻസ് ഇതാണ് ഫേസ് ചെയ്യുന്നത്. ഓക്കെ 100%, 127% ആൻഡ് ഫർദർ ലെവൽസ് ഇതാണ്. ഓക്കെ ബാക്കി ലെവൽസ് നിങ്ങളും തന്നെ മാർക്ക് ചെയ്തോളൂ. ഇതിൻ്റെ കൗണ്ടിങ് ആണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തത്. ഓക്കെ ഇൻ കേസ് സഡൻ എന്തെങ്കിലും ആണെങ്കിൽ എപ്പോഴും നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. എപ്പോഴും മാർക്കറ്റിൽ ഈ ട്രെൻഡ് ലൈൻ, കാരണം വെച്ചാൽ ഇത് എങ്ങനത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയാലും മാത്രമേ വീക്ക്നെസ് ഫർദർ കിട്ടുകയുള്ളൂ. അതിൻ്റെ കൺഫർമേഷൻ തരും, യെസ് ഇത് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയാം. ഓക്കെ ദാറ്റ് മീൻസ് മറ്റേ ട്രെൻഡ് തീർന്നു, നെക്സ്റ്റ് ട്രെൻഡ് എൻറ്റേർഡ് ആയി. അതാണ് ഇതിൻ്റെ. ഓക്കെ സോ ഇനി ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇനി വേഗം നമുക്ക് മിഡ് ക്യാപ് 50 കിടക്കാം. പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. മിഡ് ക്യാപ് 50 യെസ് എക്സാക്ട്ലി നമ്മൾ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതാണ്. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ റെസിസ്റ്റൻസ് ഒക്കെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. യെസ് മിഡ് ക്യാപ്പിൽ കൂടുതൽ ഇതിനകത്തൊന്നുമില്ല. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ്. ഇനി നോക്കാനാണെങ്കിൽ ഈ ഒരു ഹൈ ആൻഡ് ഈ ഒരു ലോ പിടിക്കുക ആൻഡ് ഇതിങ്ങനെ ഫോർ ദ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഫോർ ദ റെസിസ്റ്റൻസ് ഇങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 61.80% ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ അത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ അബവ് പോകണമെങ്കിൽ ഫർദർ നമുക്ക് ബുള്ളിഷ്നെസ് കിട്ടുള്ളൂ. റെഗുലർ ബേസിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ കേട്ടോ. സോ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്തിട്ട് മോസ്റ്റ്ലി ഇൻഡെക്സ് ഉണ്ടോ ഗ്യാപ്പ് അപ്പ് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഓൾ ഇൻഡെക്സ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ
റീട്രേസ്മെൻറ്റ് തരാനുള്ള ഞാൻ ഫോൾ അല്ല പറയണത്, റീട്രേസ്മെൻറ്റ് തരാനുള്ള ചാൻസസ് കൂടുതലാണ് ഓൾ ഇൻഡെക്സസ്. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ലോങ് ആയി വീഡിയോ, ഐ എം സോ സോറി, ബട്ട് യെസ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.